ഇതിൽ പങ്കെടുക്കേണ്ടത് തന്നെയാണ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ നിലപാട്. അഖിലേന്ത്യാ നിലപാട് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം അഖിലേന്ത്യാ നേതൃത്വം കൈക്കൊള്ളും. അത് AICC തീരുമാനിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും, പാത്രക്കാരോട് പറയേണ്ടതല്ല. അത് കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഏക മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് ഇതിലപ്പുറം മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിലെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നതിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് കോൺഗ്രസാണ്. ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിൽ കുഴങ്ങുകയാണ് അഖിലേന്ത്യാ നേതൃത്വം. മതനിരപേക്ഷത വാക്കുകളിൽ മാത്രം മതിയോ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചോദ്യം ഉയരുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഉരുണ്ടുകളിയാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. ഭരണഘടനാ വിരുദ്ധമായ ചടങ്ങിലേക്കില്ലെന്ന് കോൺഗ്രസിന് പറയാനാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ പൊതുചർച്ചയ്ക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് എന്നതുകൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എച്ച് സലാം MLA CPIM, എ സജീവൻ മാധ്യമപ്രവർത്തകൻ, KJ ജേക്കബ് മാധ്യമപ്രവർത്തകൻ. ആദ്യം MLAയിലേക്ക്. സലാം, കെ മുരളീധരൻ സംസാരിക്കുന്നത് കണ്ടു, തൊട്ടു പിന്നാലെ കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് സംസാരിക്കുന്നത് താങ്കൾ കേട്ടു, അതുപോലെ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുന്നത് കേട്ടു, ഏറ്റവും ഒടുവിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നതും കേട്ടു. എന്താണ് യഥാർത്ഥത്തിൽ ഇവർ പറയാൻ ശ്രമിക്കുന്നത്? ഒരു പൊതു നിലപാട് അവർക്കുണ്ടോ? നേതാക്കൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ നിലയിൽ ഒരു നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ഈ നേതാക്കളുടെ പ്രതികരണമാകെ കാണുമ്പോൾ, വിലയിരുത്തുമ്പോൾ MLAക്ക് എന്ത് തോന്നുന്നു? ശരത്ത്, ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ മാത്രമല്ല, നേതാക്കൾ പറയുന്ന നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യത്തെ അമിതമായി തെറ്റായി പ്രതീക്ഷിക്കുന്നതിലാണ് തെറ്റ് എന്നെനിക്ക് തോന്നുന്നു. കുറച്ചാളുകളെങ്കിലും കോൺഗ്രസ്സിൽ എന്തോ പ്രതീക്ഷ വയ്ക്കുന്നു, മതനിരപേക്ഷത സംരക്ഷിക്കാൻ നിൽക്കാൻ ഒരു ത്രാണിയുണ്ട്. എന്നാലും കുറച്ച് പേരെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സെക്കുറിച്ച് വിചാരിച്ച് കൂട്ടരെ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ചെറിയ പ്രതീക്ഷ ഉൾപ്പെടെ വെക്കേണ്ടതില്ല ഞങ്ങളെക്കുറിച്ച് എന്ന് രാജ്യത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയിലാണ് ഈ പ്രശ്നത്തിലിപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തപ്പി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇന്നുണ്ടായൊരു പ്രശ്നമായി മാത്രം കണക്കാക്കേണ്ടതില്ല. അടിസ്ഥാനപരമായി ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം, അതിൻ്റെ പ്രതിഷ്ഠ, ആ തർക്കഭൂമി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നാല് വഴികളൊക്കെ നോക്കിയാൽ ഇന്ത്യയിലെ കോൺഗ്രസ് തന്നെ നെഹ്റുവിൻ്റെ കാലത്തുനിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാര വഴികളിൽ എത്രത്തോളം വഴുതുമാറി ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ഈ തർക്കഭൂമിയുടെ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ കാണുന്ന കാഴ്ച അങ്ങനെയാണ്. ഏറ്റവും അവസാനത്തെ വിധിയിലേക്ക് എത്തപ്പെടുന്ന ഇടം വരെ ഓരോ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ റോൾ എന്താണ്? അത് രാജീവ് ഗാന്ധിയുടെ സന്ദർഭത്തിലെ അത് തുറന്നു കൊടുക്കുന്ന സന്ദർഭം തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ശിലാന്യാസ സമയം നോക്കിയാൽ കാണാൻ കഴിയും. ഏറ്റവും അവസാനം നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന 92-ൽ ബാബരി മസ്ജിദ് അത് പൊളിച്ചു കളയുന്ന സന്ദർഭം വരെയുള്ള ഓരോ സന്ദർഭത്തിലും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭരണാധികാരികളുടെ റോഡ് കൃത്യമായി നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അവിടെ നിങ്ങോട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാര സ്ഥാനത്തേക്ക് BJP എത്തപ്പെട്ടതിന് ശേഷമുള്ള കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കൂടി നോക്കണം. ആ നിലപാട് രാജ്യത്തെ കടുത്ത വർഗീയത പറയുന്ന BJPയെ തോൽപ്പിക്കാൻ, അതിൻ്റെ പകരം, അതിൻ്റെ ബദൽ അവരെ തോൽപ്പിക്കാനുള്ള ഞങ്ങൾ എന്ന് പറയുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടുന്നു എന്നല്ല. പല സംസ്ഥാനത്തെ ഇലക്ഷൻ്റെ ചരിത്രം നോക്കിയാൽ കാണാം. പകരം സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് BJPയും RSSും കടുത്ത വർഗീയത പറയുമ്പോൾ അല്പം കൂടി കുറഞ്ഞ വർഗീയത ഞങ്ങൾ പറയുന്നു
അങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റുമോ നോക്കുന്ന രീതി അവലംബിക്കപ്പെടുന്നു രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്ന കാര്യം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഈ നിലപാടിനെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് അവർക്ക് ഉറച്ച നിലപാട് പറയാൻ പറ്റാത്തത്. ഇപ്പോൾ CPM നിലപാട് വ്യക്തമായി പറഞ്ഞില്ലേ, ആ നിലപാട് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ നിലപാടുള്ളത് കൊണ്ടാണ് പറയാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം പോയി കമ്മിറ്റി കൂടേണ്ട കാര്യമില്ല. ആ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് കൃത്യമായിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ തന്നെ അധിഷ്ഠിതമായ നിലപാടാണ്, വെറുതെ ഒരു നിലപാട് പറഞ്ഞതല്ല. ശരി, CPM പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ മാർഗരേഖയായ പാർട്ടി പരിപാടി ഉള്ളടക്കത്തിന് കൃത്യമായ നിലപാടുണ്ട് ഇത്തരം കാര്യത്തിൽ. അവിടെ നിന്നുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വ്യക്തതയോടുകൂടി ആർക്കും അവ്യക്തയില്ലാത്ത മട്ടിൽ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞത്. കോൺഗ്രസിന് പറയാനാവാത്തത് മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ടാണ് CPM നിലപാട് പറയാൻ പറ്റുന്നത്. ഒരു തരത്തിലും വെള്ളം ചേർക്കാത്ത പാർട്ടിയാണ് CPM എന്നുള്ളത് കൂടിയാണ്. ശരി, ശ്രീ KJ ജേക്കബ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പൊതു ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ എന്ന് പറയാവുന്ന ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണമാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ K. മുരളീധരൻ രാവിലെ പറഞ്ഞത് പങ്കെടുക്കേണ്ട എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. അത് ദേശീയ നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ K. സുധാകരൻ തൊട്ടുപിറകെ വന്നിട്ട് അത് നിഷേധിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, പറയേണ്ട കാര്യമില്ല, അതവിടെ എന്ന രീതിയിൽ K. സുധാകരൻ പറയുന്നു. മുല്ലപ്പള്ളിയാണ് ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ക്ഷേത്രോദ്ഘാടനം വൈകാരികമായി കാണരുത് എന്ന് വെച്ചാൽ എന്താണെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈകാരികമായി കാണരുത് എന്ന് വെച്ചാൽ വൈകാരികമായി പ്രതികരിക്കാതെ അതിനോട് പൊരുത്തപ്പെട്ടു പോവുക എന്നാണോ മുല്ലപ്പള്ളി ഉദ്ദേശിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ അതിൽ കാണാം. KC വേണുഗോപാലും എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾ ആ തീരുമാനമൊക്കെ എടുത്ത്. യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ആ പറയാൻ ശ്രമിക്കുന്നത് സമൂഹത്തിലേക്ക് കൺവേ ചെയ്യുന്നുണ്ടോ? ഒരു പാർട്ടിയെ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ പര്യാപ്തമായ വിധത്തിൽ നേതാക്കൾക്ക് ഇക്കാര്യങ്ങളിൽ സംസാരിക്കാനാവുന്നുണ്ടോ? ശ്രീ KJ ജേക്കബ്. AICCയുടെ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് KC വേണുഗോപാലിന്റെ നിലപാടാണ് അഖിലേന്ത്യാ പാർട്ടിയുടെ നിലപാടായിട്ട് നമുക്ക് നമുക്ക് ശ്രമിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ സെൻസിബിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതാണ്, അതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല എന്നുള്ളത്. ഇതിന്റെ കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള മലയാളമോ ഇംഗ്ലീഷോ ഒക്കെയാണ് CPIM അതിന് കിട്ടിയ ക്ഷണപത്രത്തെക്കുറിച്ച് പറഞ്ഞത്. വളരെ ലളിതമാണ് CPMന്റെ നിലപാട്. ആർക്കും ഒരു സംശയത്തിനും ഇടപാടില്ല, അതിൽ യാതൊരുവിധ താത്വിക പ്രശ്നങ്ങളുമില്ല. ഏത് മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് CPIM നൽകിയിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇതാണ്: ഓരോ മനുഷ്യരുടെയും മതവിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷേ ഇവിടെ മതത്തെ ഒരു സ്റ്റേറ്റിന്റെ, രാഷ്ട്രത്തിന്റെ ഒരു ടൂളാക്കി മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കുക വഴി രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കാൻ വേണ്ടി BJP RSS സഖ്യം ശ്രമിക്കുന്നു. അത് നമ്മുടെ ഭരണഘടനയെ വ്യാഖ്യാനിച്ച് സുപ്രീം കോടതി പലപ്പോഴും നടത്തിയിരിക്കുന്ന പല വിധികൾക്കും എതിരാണ്. ഒരു കാരണവശാലും രാഷ്ട്രത്തിന് ഒരു മതം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഭരണഘടനയുടെയും സുപ്രീം കോടതി വിധികളുടെയും നിലപാടുകളുടെ ലംഘനമാണ് ഇപ്പോൾ അയോധ്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തെ, വ്യക്തിപരമായ മതവിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ക്ഷണം സ്വീകരിക്കാൻ നിർവാഹമില്ല. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുക, രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ അവരെ തള്ളിപ്പറയും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവേണ്ടതാണ്. ഒന്ന്, BJPയുടെ രണ്ടാം കക്ഷിയായിട്ട് എവിടെയൊക്കെ അവർ രാഷ്ട്രീയം പറഞ്ഞു അവിടെയൊക്കെ അവർ പിന്തള്ളപ്പെട്ടു പോയി. എന്നാൽ കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ള മട്ടിൽ എവിടെയൊക്കെ കോൺഗ്രസ് പ്രവർത്തിച്ചോ അവിടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ലളിതമായിട്ടുള്ള കാര്യം CPM പറയുകയും ഈ ലളിതമായിട്ടുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ അങ്ങേയറ്റം വൈരുദ്ധ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ അകത്ത് CPMന്റെ പ്രസ്താവന ഈ രാജ്യത്തെ മതവിശ്വാസികൾക്ക് വ്രണപ്പെടാനായി ഒന്നുമില്ല. അത് മതവിശ്വാസം ഓരോരുത്തരുടെയും സ്വകാര്യ കാര്യമാണെന്നും അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുമാണ് CPM പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടിൽ എവിടെയാണ് ഇന്ത്യയിലെ ഒരു ശ്രീരാമ ഭക്തൻ എവിടെയാണ് അതിൻ്റെ അകത്തൊരു അലോഹ്യം തോന്നേണ്ടതുള്ളത്?
എന്താണ് CPM ആകെ പറഞ്ഞത്? അതിനെ രാഷ്ട്രീയമാക്കരുത് എന്ന് മാത്രമാണ്. അത്തരം ഒരു നിലപാടെടുത്താൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് മുഴുവൻ ഒലിച്ചു പോകുമെന്നാണ് അവർ കരുതുന്നത്. പകരം ഇതാണ്, രാമക്ഷേത്രമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള BJPയുടെ വാദത്തിന്റെ മുമ്പിൽ പോയി ശരിയാണ് എന്ന് പറഞ്ഞു നിന്നാൽ കോൺഗ്രസിന് വോട്ട് കിട്ടുമെന്നാണോ കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിന്റെ എക്സ്പീരിയൻസ്? എന്താണ് എവിടെയൊക്കെയാണ് കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാല് ഇടറിയത് എന്ന് അവർ ഇനിയും മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ശ്രീ സലാമിനെ പോലെ കോൺഗ്രസിനെ എഴുതി തള്ളുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ കോൺഗ്രസിന് കൊടിയും പിടിച്ചു നടക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ മനുഷ്യൻ ഒരു മതനിരപേക്ഷ മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതിന്റെ നേതാക്കളാണ് ഈ പാർട്ടിയുടെ ശാപം എന്ന് പറയാനുള്ളത്. ഒരു നിലപാടും സാധാരണ വഴിയിൽ കാണുന്ന കോൺഗ്രസ്, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, ഞാൻ ജനിച്ച നാട്ടിലാണ്, അവിടെ കോൺഗ്രസ്സുകാരുടെ ഒരു നാടായിരുന്നു ഇത്. ഞാനിവിടെ കാണുന്ന കോൺഗ്രസ്സുകാരും അവരൊക്കെ ഭക്തന്മാരായിരിക്കും, പക്ഷെ അവരൊന്നും വർഗീയത പറയുന്ന മനുഷ്യരല്ല. ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണ കോൺഗ്രസ്സുകാരന്റെ വികാരം മനസ്സിലാക്കാൻ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ദൗർഭാഗ്യം. ഇങ്ങനെ വാലും തലയില്ലാതെ വർത്തമാനം പറയുകയല്ല വേണ്ടത്. ഇന്ത്യയുടെ ആത്മാവ്, കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാമഭക്തന്മാർ പോലും അവർ RSS BJP മുമ്പിലേക്ക് വെക്കുന്ന രൗദ്രഭാവം പൂണ്ട ശ്രീരാമനല്ല, അത് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനാണ് എന്ന് ഈ നാട്ടിലെ മനുഷ്യരോട് പറയാൻ ഉത്തരവാദിത്വമുള്ള, അതിന് അവകാശമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് പകരം BJP എന്ന് പറയുന്നു, അതിന്റെ സൈഡിൽ നിന്ന്, അതിന്റെ അരികിൽ നിന്ന് അതിന് തമ്പേർ കൊട്ടുക എന്നുള്ള പരിപാടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസിലുള്ള അവസാന പ്രതീക്ഷയും മനുഷ്യരിൽ നശിപ്പിക്കാനുള്ള അങ്ങേയറ്റം ദുഃഖത്തോടും നിരാശയോടും കൂടി മാത്രമേ കോൺഗ്രസിന്റെ നിലപാടിനെ കാണാൻ പറ്റൂ. ലളിതമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ പറ്റാത്ത വിധത്തിൽ അവർ മാറിയിരിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ്. KC വേണുഗോപാൽ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അത്തരമൊരു നിലപാടിലേക്ക് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം വരികയാണ് എങ്കിൽ, അതായത് രാഷ്ട്രീയത്തിൽ മതം കയറ്റരുത് എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് വരികയാണെങ്കിൽ അത് എത്ര ഗംഭീരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തിൽ KPCC പ്രസിഡന്റിനെ വിട്, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ RSSന് എന്തുകൊണ്ട് RSSകാർ നമ്മുടെ സർവകലാശാലയിൽ കയറിയിരിക്കാൻ യോഗ്യന്മാരാണ് എന്നുള്ളതിന് RSSകാർക്ക് പോലും ഇല്ലാത്ത കാരണങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ആളാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹത്തെ വിട്. ഞാൻ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ പ്രതികരണമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി നേതൃത്വത്തിന് പറ്റിയെങ്കിൽ, അഖിലേന്ത്യാ നേതൃത്വത്തിന് പറ്റിയെങ്കിലും എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതില്ലാത്തത് അങ്ങേയറ്റത്തെ നിരാശാകരമായ കാര്യമാണ്. ഞാൻ ഒരു ചെറിയ ചോദ്യം കൂടി താങ്കളിലേക്ക്, ഒരു ചെറിയ സംശയം, ഞാൻ അതിനുശേഷം ശ്രീ സജീവനിലേക്ക് വരാം. ഇന്നലത്തെ KC വേണുഗോപാലിൻ്റെ അഭിപ്രായം സെൻസിബിളാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണല്ലോ, യോജിപ്പില്ല, മതത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പോകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ് KC വേണുഗോപാലിൻ്റെ മനസ്സ്, എന്താണ് കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ് എന്നൊരു പ്രശ്നമില്ലേ പ്രധാന ചോദ്യത്തിലേക്ക് പോകുമ്പോൾ? വരണം, അത് പറയാൻ വേണ്ടി. അതായത് നമുക്ക് ഇനി ഏകദേശം ഒരു മാസം കൂട്ടുണ്ട്. ആ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ CPMന് വളരെ എളുപ്പമാണ്. CPMന്റെ നിലപാടുകൾ അത് ലളിതമാണ്, സുതാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഒരു നിലപാടും ഇല്ലാത്തൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് KC വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ നിങ്ങൾ കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെ എയർ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും തെളിമയുള്ള പ്രസ്താവന ആരുടെയാണ്? അത് KC വേണുഗോപാൽ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ അകത്ത് നിന്നും അടുത്ത പടിയിലേക്ക് പോകാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് പറ്റുമോ? അതാണ് ഞാൻ നോക്കുന്നത്. മലയാളിയായ KC വേണുഗോപാൽ ഇന്ന് കോൺഗ്രസിൽ സംഘടനാപരമായി രണ്ടാമത്തെ ആളാണ്. അയാൾ പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ ആ പാർട്ടിക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അത് KC വേണുഗോപാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല എങ്കിൽ കൂടി എൻ്റെ പ്രതീക്ഷ ഈ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ വികാരം ആ പാർട്ടിക്ക് മനസ്സിലാകുമെന്നും, അങ്ങനെ മതനിരപേക്ഷ ചേരിയുടെ ഒപ്പം ഉറച്ചു നിൽക്കാൻ ആ പാർട്ടിക്ക് സാധിക്കണമെന്നും, ഇല്ല എങ്കിൽ ഇതൊരു ടെസ്റ്റ്, ഇതൊരു അവസാനത്തെ ടെസ്റ്റ്. സാധാരണഗതിയിൽ ഒരു സാങ്കല്പിക ചോദ്യം കൂടി, ഒരു സാങ്കല്പിക ചോദ്യം കൂടി. ഇതിപ്പോ മലയാളത്തിലാണ് KC വേണുഗോപാൽ സംസാരിച്ചത്. ഇനി അദ്ദേഹം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതെങ്കിലോ? നമ്മൾ തീരുമാനിക്കണം. തീർച്ചയായിട്ടും ഞാനത് നോക്കിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ആകെയുള്ള ഷർത്ത്, എന്റെ ആകെയുള്ള ആർഗ്യുമെന്റ് ആകെ ഇത്രയേ ഉള്ളൂ.
മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന RSSന്റെ അജണ്ടയ്ക്കൊപ്പം ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ശ്രീരാമ ഭക്തന്മാരൊക്കെ ഈ പാർട്ടിയെ വിട്ടുപോകുന്ന എന്തടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി തീരുമാനിക്കുന്നത്? വർഗീയത പറഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. എന്ത് ധാരണയുടെ പുറത്താണ് ആ പാർട്ടി വിശ്വസിക്കുന്നത്? മതത്തിന്റെ പേരിൽ രണ്ടായ ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൻ്റെ അകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 80% ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ കൂടി 80% ഹിന്ദുക്കളുടെ പ്രതിനിധികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യ നമ്മുടെ ഭരണഘടനാ അസംബ്ലിയാണ് നമ്മൾ തീരുമാനിച്ചത് നമ്മളൊരു സെക്കുലർ രാജ്യമാണെന്ന്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ സെക്കുലർ മനുഷ്യരെ വിശ്വസിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവാത്തത് എന്നുള്ള ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വസിക്കാമെങ്കിൽ, ഇന്ത്യയിലെ മതനിരപേക്ഷ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിശ്വസിക്കാമെങ്കിൽ, ഈ മതത്തെ രാഷ്ട്രീയത്തിൽ കുത്തിക്കെട്ടുന്ന BJPയുടെ അജണ്ടയ്ക്ക് എതിരെ നിൽക്കാനുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആഗ്രഹത്തിന്റെ ഒപ്പം നിൽക്കാൻ, അതിന്റെ പ്രതിഫലനം നടത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ അവരുടെ നേതൃത്വത്തോട് ചോദിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഒരു തീരുമാനം പറയാൻ ഇനിയും സമയം വേണം ഇതുപോലൊരു കാര്യത്തിൽ എന്ന് വരുന്നത് തന്നെ ആ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടകരമായൊരു സൂചന തന്നെയാണുള്ളത്. ഇവിടെ ശ്രീ സജീവൻ, ഇന്നലെ ഈ ചർച്ചയിൽ വീക്ഷണത്തിൻ്റെ മുന്നണിച്ച ശ്രീ N. ശ്രീകുമാറാണ് പങ്കെടുത്തത്. ഇന്നൊക്കെ വരുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയിലേക്ക് വരുന്നില്ല. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് ഇതേക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ KC വേണുഗോപാലിന് മലയാളത്തിൽ പ്രതികരിക്കുമ്പോൾ അല്പം ആർജവത്തോടെ ഇതൊക്കെ പറയാം. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു മനോഭാവം വെച്ച് അതേ മട്ടിൽ പറയാനാവുമോ? ശ്രീ KJ ഒക്കെ പിന്താങ്ങിയതുപോലെ ഒരു വാചകം അദ്ദേഹത്തിന് ആ മട്ടിൽ, ആ നാട്ടിലേക്ക് നോക്കി പറയാനാവുമോ എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ശ്രീ N. ശ്രീകുമാറിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഇന്നലെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്ത് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അതായത് ഇത്ര വൈകാരികമായി പ്രതികരിക്കരുത് എന്നാണ് പറഞ്ഞത്. അതായത് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം, ലീഗിൻ്റെ വിമർശനം ഒക്കെ വന്നൊരു സാഹചര്യത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയിൽ വന്ന് ഇങ്ങനെ വൈകാരികമായി പ്രതികരിച്ച് വിമർശിക്കരുത് എന്ന നിലയിൽ ഒരു മനോഭാവം കേരളത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ K. മുരളീധരൻ പറഞ്ഞു, VM സുധീരൻ പറഞ്ഞു കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന്. പക്ഷേ അപ്പുറത്ത് മുല്ലപ്പള്ളി പറഞ്ഞത്, ഞാൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ സൂചനയിൽ നിന്ന് ഏത് അർത്ഥത്തിൽ വായിച്ചെടുക്കണം എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രതിഷ്ഠ കർമ്മം എന്നുള്ളത് വൈകാരികമായി കാണരുത്, അങ്ങനെ വൈകാരികമായി കണ്ട് എതിർക്കരുത് എന്നാണോ? ഏത് നിലയിലാണ് മുല്ലപ്പള്ളിയെ പോലുള്ളവർ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാതെ വിമർശനം കേവലം വൈകാരികമാണെന്ന നിലയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ കേരളത്തിലേതടക്കം കോൺഗ്രസ്സുകാർ നേതാക്കൾ? ഇതില് ശരത്ത്, നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഒറ്റവാക്കിൽ പറയേണ്ടതാണ്. ഇവിടെ ജനം ചോദിക്കുന്ന ചോദ്യം, അത് എല്ലാ പാർട്ടികളോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പാർട്ടി ഇതിൽ പങ്കെടുക്കുന്നു? രാമക്ഷേത്രത്തിന് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നു? CPM-ൽ ഒറ്റ വാക്കിൽ യെച്ചൂരി പറഞ്ഞു, അതിന്റെ ഏറ്റവും ഉയർന്ന നേതാവ്, CPM-ന്റെ ഏതെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും അല്ല, CPM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് ഞങ്ങൾ പങ്കെടുക്കില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഇന്ന കാരണം കൊണ്ട് പങ്കെടുക്കില്ല. രാജ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. നിതീഷ് കുമാർ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. മമതാ ബാനർജി പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. ഇങ്ങനെ പങ്കെടുക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഓരോ പാർട്ടിയുടെയും ഏറ്റവും ഉന്നതരായ, ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ആ പാർട്ടിയുടെ പരമോന്നത നേതാക്കന്മാരാണല്ലോ. ഇവരൊക്കെ അത് കൃത്യമായി പറഞ്ഞു. ഈ ചോദ്യമാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ളത്. ഞാൻ KJ പറഞ്ഞതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടി സമയം കോൺഗ്രസിന് കൊടുക്കണം. ജനുവരി 22 വരെ ഉണ്ടല്ലോ, ജനുവരി 22-നാണല്ലോ ഈ മഹാമഹം നടക്കുന്നത്. അപ്പൊ അതുവരെ സമയം കൊടുക്കണം. എന്തിന്? ഇത് ചിന്തിക്കാനൊന്നുമില്ലല്ലോ. KC വേണുഗോപാൽ പറഞ്ഞത് കുറെ കൂടി മനസ്സിലാവുന്ന ഭാഷയിലുള്ളതാണ് എന്ന കാര്യം നമ്മൾ സ്വീകരിക്കുക. അദ്ദേഹം മലയാളത്തിലാണ്, മലയാളികൾക്ക് വേണ്ടി പറഞ്ഞാണെങ്കിലും ഉത്തരേന്ത്യയിൽ അദ്ദേഹം പറയുമെന്നുള്ള ചോദ്യത്തിന് വേറെ ഉത്തരമുണ്ട്. പക്ഷെ അതുവാണെങ്കിൽ പോലും അത് എവിടുത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളെയും ആരാധനയും ആധ്യാത്മികതയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് KC വേണുഗോപാലിന്റെ നിലപാട്. എന്നാൽ അടുത്ത ചോദ്യം തന്നെ, നിങ്ങൾ പങ്കെടുക്കുമോ? ഇങ്ങനെ ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഇത് എന്നതിൽ വേണുവിനും സംശയം ഉണ്ടാവില്ല. എന്നാൽ പങ്കെടുക്കുമോ? അത് ഉത്തരം പറയുന്നില്ല. സതീശൻ പറയുന്നത് എനിക്കറിയില്ല. മുരളീധരൻ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായം, KPCCയുടെ അഭിപ്രായം ഞങ്ങൾ അവിടെ പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ലാതെ സുധാകരൻ പറയുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞ മുല്ലപ്പള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് പരത്തി പറയാൻ എളുപ്പം. പക്ഷെ അവസാനം ഈ ഒറ്റവാക്കിൽ ഉത്തരം വേണമല്ലോ. ആ ഉത്തരം ഇവരാരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് എന്താണ് ഇത്ര മടി? ഈ പ്രശ്നം, ഈ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
അയോധ്യ പ്രശ്നം എന്ന് പറയുന്നത് വളരെ കൃത്യമാണല്ലോ. കുറെ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. BJP ഇതിന്റെ ശിലാന്യാസ ഘട്ടത്തിൽ പോലും നടത്തിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിനു മുമ്പേ അദ്വാനിയുടെയും മറ്റും നേതൃത്വം, മുരളി മനോഹർ ജോഷിയുടെയും മറ്റും നേതൃത്വം നടന്നുള്ള രഥയാത്ര, ഇതൊക്കെ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടാണ് അവർ ഭരണത്തിലേക്ക് വന്നതുമുള്ള കാര്യവും നമുക്കറിയാം. ഇത് എന്നിട്ട് എന്തിനാണ് ഈ ജനുവരി തെരഞ്ഞെടുത്തത്? ഈ 2024, 2023 അല്ല 2025 അതിനിപ്പോ 2024 ജനുവരിയിൽ തെരഞ്ഞെടുത്താൽ തൊട്ട് പിന്നാലെ ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോഴേക്കും ഈ മണ്ണ് പാകപ്പെടുത്തണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് KC വേണുഗോപാൽ പറയുന്നത് ശരിയാണ്. ഇതൊരു തരം കെണിയാണ്, ചൂണ്ടയാണ്. പക്ഷേ അതിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിന് ഇതിനുപയോഗിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തിന് വെല്ലുവിളിയായിട്ടുള്ള, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ നിലപാട്, അതിനോട് വിയോജിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ ഞങ്ങളുമാണ് ഇതിന്റെ ആദ്യത്തെ ഈ രാംലല്ല അവിടെ കൊണ്ടുവച്ചതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. അതല്ലെങ്കിൽ ഈ അവിടെ ഉണ്ടായ പള്ളി തകർക്കാൻ ഞങ്ങളാണ് അവസരം സൃഷ്ടിച്ചു കൊടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇതിൽ മുഖ്യമായിട്ട് പങ്കെടുക്കാൻ കഴിയും. ഉത്തരം പറയാമല്ലോ, യെസ് ഓർ നോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് പറയാതിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ KJ പറഞ്ഞ ഒരു കാര്യം, ഈ ഇപ്പൊ പ്രതികരിച്ചവരിൽ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വേണുവാണ്. പക്ഷെ അതല്ലല്ലോ, മല്ലികാർജുൻ ഖാർഗെക്കും അപ്പുറത്ത് ഇതിന് ഹൈക്കമാൻഡ് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു അദൃശ്യ ഹൈക്കമാൻഡ് ഇപ്പോഴും ഉണ്ട്. അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. ഇവരാരെങ്കിലും പ്രതികരിച്ചോ? അല്ല, സോണിയാഗാന്ധി ആ ക്ഷണം സ്വീകരിച്ചല്ലോ. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇനി അവിടെ പോകുമോ എന്നുള്ളതിലേ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ആ ക്ഷണത്തെ സ്വീകരിച്ചു. മറ്റു പാർട്ടികൾ ക്ഷണം വന്നപ്പോഴേ നിരസിച്ചു. ഇതാണ് അതിലെ വ്യത്യാസം. നിരസിച്ചു. അതാണ് ഞാൻ പറഞ്ഞു, ഇവര് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഈ ഒറ്റ വാക്കിലെ ചോദ്യത്തിന് ഇവരാരും പറഞ്ഞില്ല. ഇത് ചിന്തിക്കാൻ എന്താണ് ഇത്ര പ്രശ്നം? മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണല്ലോ കോൺഗ്രസ്സുകാർ പറയുന്നത്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ഈ രാമക്ഷേത്ര പ്രശ്നം അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം തർക്ക വിഷയമായിരുന്നല്ലോ. അപ്പോൾ പോലും മറ്റ് പലസ്തീൻ പ്രശ്നത്തിൽ പോലും അഭിപ്രായം പറഞ്ഞ പലസ്തീൻകാർക്ക്, അവിടെയുള്ള അറബികൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് കൃത്യമായ അഭിപ്രായം പറഞ്ഞ മഹാത്മാഗാന്ധി ഒരിക്കൽ പോലും ഇവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയായിരുന്നല്ലോ ശ്രീരാമൻ, അദ്ദേഹത്തിന്റെ പ്രതീകാത്മക പുരുഷനായിരുന്നല്ലോ ശ്രീരാമൻ. ആ ശ്രീരാമന്റെ ക്ഷേത്രം, അദ്ദേഹം ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിയണം, ഈ പള്ളി അവിടെ നീക്കണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞില്ല. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല. ചെറുപ്പത്തിൽ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അദ്ദേഹം ക്ഷേത്ര ജീവിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു പ്രതീകമായിരുന്നു ശ്രീരാമൻ. ആ ശ്രീരാമന് അവിടെ തന്നെ ക്ഷേത്രം, ഈ അയോധ്യയിൽ തന്നെ ക്ഷേത്രം വേണം, പള്ളി പൊളിച്ച് തന്നെ ക്ഷേത്രം വേണം എന്നുള്ള നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നേ ഇല്ല. നെഹ്റുവിന് തീരെ ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് പോലും ഉണ്ടായതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടില്ല. ഇപ്പോഴെന്താണ് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ജനുവരി 22 വരെ സമയം കൊടുക്കുക എന്ന് പറയുന്നത്? എനിക്ക് KJ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയുന്നത് യോജിക്കാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇപ്പോ നേരത്തെ സുപ്രഭാതം എഡിറ്റോറിയലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം ന്യൂനപക്ഷത്തിന്റെ ചോദ്യം ഇതാണ്. പള്ളി പൊളിച്ച സ്ഥലത്ത് ചവിട്ടാൻ, ക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്ത് ചവിട്ടാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം പള്ളിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല, അതിന് അനുമതി കൊടുത്തിട്ടില്ല. അതിന്റെ ഇതെല്ലാം സ്കെച്ചെല്ലാം അവർ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിന് ഒരു പെർമിഷൻ കൊടുക്കേണ്ട, അതുപോലും കൊടുക്കാത്ത ഒരു അവസരത്തിൽ ഈ മഹാമഹത്തിന്റെ ആളുകൾ ഞങ്ങളാണെന്ന ഒരു കമൽനാഥിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യമല്ല ഇത്. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യമല്ല, ഇന്ദിരാഗാന്ധിയുടേത് പോലുമല്ല. ഇപ്പോൾ ഉള്ളത് ദേശീയ നേതൃത്വമായിട്ട് ഞാൻ കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ മിണ്ടാതിരിക്കും. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞത് മുരളീധരൻ പറഞ്ഞതിനെ പ്രതികരണം കേട്ടു, മുല്ലപ്പള്ളിയുടെ കേട്ടു, സുധാകരന്റെ കേട്ടു, KC വേണുഗോപാലിന്റെ കേട്ടു. ഇവിടെ ശരിക്കും വെക്കേണ്ടിയിരുന്ന ഒരു വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂരിന്റെയാണ്. ഞാൻ ശശി തരൂരിന്റെ പ്രതികരണം കുറച്ചുകൂടി പക്വതയുള്ളതായിരിക്കും വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണ്, ക്ഷണിച്ചിട്ടുള്ളത് വ്യക്തികളെയാണ്, ആ പോകണമോ പോകണ്ടേ എന്ന് ആ വ്യക്തികൾ തീരുമാനിക്കും. മല്ലികാർജുൻ ഖാർഗെ എന്ന ഒരു ഇന്ത്യൻ പൗരനെയാണോ ക്ഷണിച്ചിട്ടുള്ളത്? അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഇതിൽ പരം ഒരു അരാഷ്ട്രീയ പ്രതികരണം കേൾക്കാനില്ലല്ലോ സജീവൻ. ഇതിൽ പരം ഒരു അരാഷ്ട്രീയ പ്രതികരണം ഏറ്റവും മോശമായിട്ട് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ശശി തരൂരിന്റെയാണ്.
വ്യക്തികളെ ശശി തരൂരിനെ ക്ഷണിക്കുന്നത് അത് ഇതിന്റെ മുൻ നമുക്ക് എല്ലാവർക്കും അണ്ടർ സെക്രട്ടറി എന്ന നിലയിലാണെന്നൊക്കെയാണോ അദ്ദേഹം ധരിക്കുന്നത്? അതെ, വളരെ വളരെ മോശം. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പാർട്ടികളിൽ ഇപ്പം CPM CPI തുടങ്ങിയിട്ട് നിതീഷ് കുമാറിന്റെ പാർട്ടി, ഇവർക്കാർക്കും വേറെ അഭിപ്രായം ഒരു നേതാവ് പറയുന്നില്ല. ഇത് ഇപ്പോഴും അവല് കുഴച്ച പോലെ കഴിക്കുകയാണ്. എവിടെയാണ് ഇപ്പോഴും കുഴച്ചു തീർന്നിട്ടില്ല. ഈ ജനുവരി 22 വരെ കുഴച്ചു കൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ നേട്ടം മുഴുവൻ BJP ഇത് ട്രാപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. BJP പക്ഷെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ പോകുന്നത്. അതായത് ഞാൻ ശ്രീ സജീവൻ താങ്കളിലേക്ക് വരാം. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള വളരെ പരസ്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതിലേക്കൊരു ഒന്നാന്തരം കെണിയൊരുക്കി ഒരു ക്ഷണം അയക്കുമ്പോൾ അതിലൊരു നിലപാട്, രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ ഇനിയും ഞങ്ങൾക്ക് സമയം തരൂ എന്ന് ശശി തരൂർ പറഞ്ഞതിൽ അതുണ്ട്, നേതാക്കളൊക്കെ പറയാതെ പറയുന്നതിൽ അതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ആ പാർട്ടി ചെന്നുപെടുന്നൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇവിടെ സലാം, നേരത്തെ ശ്രീ KJ കുറച്ചുകൂടി സമയം അവർക്ക് നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതിനോട് വിയോജിച്ചുകൊണ്ടാണ് ശ്രീ സജീവൻ സംസാരിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, നിലപാടെടുക്കാൻ ദേശീയ പാർട്ടികൾ, വിശേഷിച്ച് കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഒരു നിമിഷം വൈകാതെ തീരുമാനമെടുക്കേണ്ട പാർട്ടിയാണ് എന്ന് കരുതുന്നയാളാണോ താങ്കൾ? എന്നാൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഹിന്ദു വോട്ടിനെ പൂർണ്ണമായും ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് BJP പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന നിരവധി സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇനിയും അതേ മട്ടിൽ തന്നെ ഹിന്ദു മനോഭാവം പരസ്യമായി പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഹിന്ദു വോട്ടുകളെ തങ്ങൾക്കൊപ്പം നിർത്താനാകൂ എന്നാണ് ആ പാർട്ടി ധരിക്കുന്നത് ഇപ്പോഴും. അതല്ലാതെ വേറെ മാർഗമില്ല. പക്ഷെ പുതിയൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിനകത്തും അത് മറയില്ലാതെ പറയാൻ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നിരീക്ഷകരും ഒക്കെ തയ്യാറായി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത് ഒഴിവാക്കാനേ കോൺഗ്രസിന് കഴിയില്ല എന്നാണ് ആ പാർട്ടി വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതായ ഒരു അനിവാര്യത ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതിനാണ് ആ പാർട്ടിക്കകത്ത് വലിയ സ്വീകാര്യതയുമുള്ളത്. ആ ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിച്ചാൽ ആ പാർട്ടിയെ കുറ്റം പറയാനാവുമോ? BJPയുടെ ശക്തമായ വെല്ലുവിളിയെ അതിജീവിക്കാൻ ആ മട്ടിൽ തന്നെ പോകേണ്ടി വരും കുറേയൊക്കെ എന്നാണ് ആ പാർട്ടി കുറേ നാളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശരത്ത്, BJPയുടെ രാജ്യത്തുയർത്തിയ വെല്ലുവിളിയെ തോൽപ്പിക്കാൻ കുറച്ച് പാർട്ടികൾ ചേർന്ന് യോഗം കൂടിയാൽ കഴിയില്ല. അതിനേക്കാൾ പ്രധാനം അവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കൃത്യമായ നിലപാടോടുകൂടി തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് ശ്രീ സജീവൻ, അദ്ദേഹം വിശദമായി ഇവിടെ സംസാരിച്ചു. ഇന്ത്യയിലെ 2 പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രാദേശിക പാർട്ടികൾ തന്നെ പലരും നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഒരു പ്രാദേശിക പാർട്ടി സ്വീകരിച്ച നിലപാടിൻ്റെ ഒപ്പം പോലും നിൽക്കാനാവുന്ന ത്രാണി ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അംഗബലത്തിൻ്റെയോ സംസ്ഥാനത്ത് നേർക്കെതിരെ മത്സരിക്കുന്നതിൻ്റെ പ്രശ്നമല്ല. ഒരാഴത്തിലൊരു കാമ്പോട് കൂടി ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കലാണ്, ജനാധിപത്യത്തെയും മതനിരപേക്ഷമായ ഉള്ളടക്കത്തെയും സംരക്ഷിക്കലാണ് എന്ന നിലയിൽ നിന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ പാകമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല എന്നതാണ് പ്രശ്നം. അത് എളുപ്പത്തിൽ കോൺഗ്രസിന് പറ്റില്ല. ഇപ്പോൾ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായി നിന്ന കമൽനാഥിൻ്റെ നിലപാടെന്താണ്? പരസ്യമായി പറയുകയല്ലേ, രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം, അതിൻ്റെ ഒരു ഗുണം നിങ്ങൾ എടുക്കേണ്ട, ഞങ്ങൾ കാരണമാണ്. ആര് കാരണം? കോൺഗ്രസ് കാരണമാണ് രാമക്ഷേത്ര നിർമ്മാണം ഉണ്ടായത് എന്ന് പരസ്യമായി കമൽനാഥിന് പറയാൻ പ്രയാസം ഉണ്ടായില്ല. അവിടേക്ക് കല്ല് കൊടുത്തു വിടാൻ പ്രയാസം ഉണ്ടായില്ല. കോൺഗ്രസ് നേരത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തൊട്ടടുത്തേക്ക് കോൺഗ്രസ് എത്തിയ ഇലക്ഷനുണ്ട് ഗുജറാത്തിൽ. ആ ഗുജറാത്തിൽ സംഭവിച്ചത് എന്താണ്? BJPയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ്. ഗുജറാത്തിൽ അന്ന് ആരംഭിച്ചത് അങ്ങനെയാണ്. തൊട്ടുപുറകെ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തുകൊണ്ട് ആ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ BJP ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിച്ചാൽ കോൺഗ്രസും ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കണം എന്ന തെറ്റായൊരു ബോധം രാജ്യത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിനെ ബാധിച്ചിരിക്കുന്നു.
അവിടെയാണ് തീവ്ര ഹിന്ദു വർഗീയത BJP പറയുമ്പോൾ മൃദുത്വപൂർണമായ വർഗീയതയുടെ ഭാഗമായി അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറുന്നു. ഇതാണ് സമൂഹത്തോട് പറയുക. അത് പറയുമ്പോൾ തീവ്ര വർഗീയതയുടെ ഭാഗത്തേക്ക് ജനങ്ങൾ നിൽക്കുന്നു എന്നതല്ലേ രാജ്യത്തുണ്ടാകുന്ന അവസ്ഥ. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന കാര്യം, നിങ്ങൾ നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസ് നിലപാടിൻ്റെ നിലയിലേക്ക് മടങ്ങി വരണം. ഇന്ത്യയിലെ കോൺഗ്രസ് ശ്രീ കെ ജെ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ പ്രതീക്ഷയെല്ലാം എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും? ഈ നിലപാട് വെച്ചുകൊണ്ട് രാജ്യത്തെ BJP തോൽപ്പിക്കാൻ പറ്റുമോ? മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്തുകൊണ്ടും RSSൻ്റെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അല്പം പ്രകടമായി തന്നെ നിന്നുകൊടുക്കുന്ന അല്ലെ സഹായം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയം തോൽപ്പിക്കാൻ പറ്റുമോ? അത് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതാണ് മുൻപ് നടന്ന ഇടതുപക്ഷം കൂടി പിന്തുണച്ച UPA സർക്കാർ വന്ന കാലത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആലോചിച്ചപ്പോൾ BJP ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം നന്നായി ജയിച്ചു പോയ സന്ദർഭത്തിൽ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇത്തരം ചില ലൈൻ സ്വീകരിക്കുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും പ്രാദേശികമായ നിലയിൽ പരിശോധിച്ച് പ്രാദേശികമായ സഖ്യങ്ങളിലേക്ക് വരണം, അല്ലെ ആ നിലയ്ക്കുള്ള ഒരു രീതികളിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അടിസ്ഥാനപ്പെട്ട കാരണം ഇതാണ്. ഒരു പൊതു നിലപാടിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാത്ത കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ കോൺഗ്രസ്. വള്ളുന്ന കോൺഗ്രസ്സാണ്, വഴുകുന്ന കോൺഗ്രസ്സാണ്, മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്ന കോൺഗ്രസ് ആണെന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് BJP തോൽപ്പിക്കാൻ ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നത്. അതാണ്, അങ്ങനെയാണ്. ശരി മിസ്റ്റർ KJ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പയറ്റുന്ന ഈ രാഷ്ട്രീയ മൃദു ഹിന്ദുത്വ സമീപനം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ്. 2014 ശേഷം വളരെ പ്രകടമായി, പിന്നീട് അത് കൂടി വന്നു. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ കമൽനാഥ് അത്ര വലിയ വെല്ലുവിളി BJPക്ക് ഉയർത്തും വിധം തീവ്ര ഹിന്ദുത്വ സമീപനത്തിലൂടെ തന്നെ മധ്യപ്രദേശ് പിടിക്കാനൊരുങ്ങി പരാജയപ്പെട്ടു പോയി. ആ സംസ്ഥാനങ്ങളിലൊക്കെ അത് ബാധിച്ചു. നേരത്തെ താങ്കൾ പറഞ്ഞ കർണാടകം, തെലങ്കാനയൊക്കെ പോലെ ശരിയായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ എടുത്ത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തെ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ കോൺഗ്രസിന് വിജയിക്കാനുമായി. അല്ലാത്തയിടങ്ങളിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതടക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു വലിയ ആശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിൽ. ഇത് കേരളത്തിൽ കോൺഗ്രസിന് കുറെ കൂടി മതനിരപേക്ഷ മതേതരത്വ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കാം, നിലപാട് പറയാം എന്നൊരു തോന്നൽ കോൺഗ്രസിനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയം വന്നതോടുകൂടി അതും അവസാനിക്കുകയാണോ? കേരളത്തിലെ ചർച്ചകളിലേക്ക് ഇനി കൂടുതലായി നമ്മൾ കേൾക്കും. ഉത്തരേന്ത്യൻ സാഹചര്യം വ്യത്യസ്തമാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കേണ്ടി വരും. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കൈയൊഴിയില്ല, അവർക്ക് മനസ്സിലാകും എന്ന നിലയിലേക്ക് പറയാൻ കേരളത്തിലെ കോൺഗ്രസിനും പാകപ്പെടേണ്ടി വരുമോ? അങ്ങ് അകലെയുണ്ടായിരുന്ന ഒരു വിപത്ത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മണ്ണിലേക്കും കോൺഗ്രസിനെ തേടിയെത്തിയിരിക്കുകയാണോ? ഈ തന്ത്രം ഗുണം ചെയ്യുമോ കോൺഗ്രസിന്? കേട്ട ചില നിരീക്ഷണങ്ങളാണ്. സോണിയാഗാന്ധിക്ക് ക്ഷണം ലഭിച്ചു, ചിലപ്പോൾ പ്രതിനിധികളെ അയക്കും. മോദി ഷോയായി ആ ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ ആ ഗാലറിയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാകും. ആ തന്ത്രം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? ശരത്, ഇതിന്റെ ഏറ്റവും നിരാശാകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് കേരളത്തിൽ പോലും ഇത്തരം ഒരു നിലപാട് കോൺഗ്രസിന്റെ അടി പറിച്ചു കളയും. അത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ കോൺഗ്രസിന്റെ നിലപാടുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നേതാവിനെ കൊണ്ടൊന്ന് KPCC അധ്യക്ഷനാക്കിയത് മുതൽ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു ക്ഷേത്രം വരാൻ പാടുണ്ടോ എന്നുള്ള ലളിതമായ ചോദ്യം മലയാളി ചോദിക്കും. അത് മലയാളി ക്ഷേത്രത്തിൽ പോകാത്തത് കൊണ്ടല്ല. പണ്ട് ശിവദാസമേനോൻ പറഞ്ഞ പോലെ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ കണക്കെടുത്ത് അതിൽ കൂടുതൽ ഞങ്ങളായിരിക്കുമെന്ന് CPMന്റെ അണികളെ കുറിച്ച് പിന്നെ ശിവദാസമേനോൻ പറഞ്ഞു. മനുഷ്യന്റെ വിശ്വാസത്തെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു പാർട്ടി ശ്രീരാമക്ഷേത്രം കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യം കേരളത്തിലെ മതനിരപേക്ഷ മനുഷ്യർ ചോദിക്കും. ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ ന്യൂനപക്ഷങ്ങളും മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷ മതനിരപേക്ഷ മനുഷ്യർ ഈ ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ ഉത്തരം പറയേണ്ടി വരും. ഇതിൽ അവർ BJPയുടെ അജണ്ടയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കൂടി പ്രശ്നമായിട്ടത് മാറും. അതിന്റെ അർത്ഥം ഞാൻ പറയാൻ കാരണം, കോൺഗ്രസ് അതിന്റെ സ്പേസ് BJPക്ക് കൺസീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിൽ പോലും ഉണ്ടാകും.
നമ്മൾ കേരളത്തെ മതനിരപേക്ഷമായി നിലനിർത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൂടിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പരിചയമുള്ള ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസ് മതനിരപേക്ഷ മനുഷ്യരാണ്. ആ മനുഷ്യർ കൂടി ചേർന്നിട്ടാണ് കേരളത്തെ മതനിരപക്ഷമായി നിർത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രസൻസ് വലിയതുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെയും കോൺഗ്രസ് എന്ന മതനിരപേക്ഷ പ്രസ്ഥാനവും ഈ രാജ്യത്തെ, ഈ നമ്മുടെ സംസ്ഥാനത്തെ ഒരു തുരുത്താക്കി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ മനുഷ്യരോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അജണ്ടയിലുള്ള കാര്യം രാമക്ഷേത്രമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ അജണ്ടയിൽ ആ ക്ഷേത്രമില്ല എന്ന് കോൺഗ്രസ് പറയാതെ പകരം ഞങ്ങളും ആ ക്ഷേത്രത്തിന്റെ കൂടെയാണ്, ആ ക്ഷേത്രത്തെ മതവിശ്വാസത്തെ രാഷ്ട്രീയമായി ബന്ധിക്കുന്ന BJPയുടെ അജണ്ടയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് BJP പോരെ എന്ന് ഇതേ മനുഷ്യർ തന്നെ ചോദിക്കില്ലേ? ഇത് ഇങ്ങനെ തന്നെയല്ലേ ഉത്തരേന്ത്യയിൽ ചോദിച്ചത്, ഇങ്ങനെയല്ലേ രാജസ്ഥാനിൽ ചോദിച്ചത്, ഇങ്ങനെയല്ലേ ഉത്തർപ്രദേശിൽ ചോദിച്ചത്, ഇങ്ങനെയല്ലേ മധ്യപ്രദേശിൽ പ്രാവശ്യം ചോദിച്ചത്? കേരളത്തിൽ എന്താണ് വ്യത്യാസം? കേരളത്തിൽ അതിനേക്കാൾ കൂടുതൽ അപകടകരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് പാർട്ടിയും അത് മതനിരപേക്ഷമാകണം. ഇതിന്റെ ലാർജർ ഇഷ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ ഭയപ്പെടുത്തുന്നത് കോൺഗ്രസ് അതിന്റെ സെക്കുലർ സ്പേസ് സീഡ് ചെയ്ത് അത് ഉപേക്ഷിച്ചാൽ അതിന് ഞങ്ങൾ അതിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ചുരുട്ടിക്കെട്ടി മൂലക്കിക്കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ സംഭവിച്ച അതേ കാര്യം കേരളത്തിൽ സംഭവിക്കും. അത് മനസ്സിലാവാത്തവരല്ല. ഇപ്പോ ഈ ചർച്ച കാണുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ്. ഈ ചർച്ചയിൽ സംസാരിക്കുന്നവരും പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ആ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോഴും പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആ യാഥാർത്ഥ്യത്തെ എത്രമാത്രം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ തിരിച്ചറിയാതെ അങ്ങനെ നടിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് VD സതീശൻ്റെ ഇന്നലെ വരെ അറിയില്ല എന്നുള്ളതായിരുന്നു. ലോകം കണ്ട ഏറ്റവും ധീരനായ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ നെഞ്ചിൽ വെടിയുതിർത്തവർ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അവർക്കൊപ്പം രാമനുണ്ടാവില്ല. സത്യവും നീതിയുമാണ് ഈശ്വരനെങ്കിൽ ബിർള മന്ദിറിലെ ആ നടവഴിയിൽ 75 വർഷമായി കണ്ണിൽ ചോരയും തീയുമായി രാമൻ നിൽക്കുന്നുണ്ട്. വളരെ സുഖകരവും സുന്ദരവുമായി ആവേശഭരിതവുമായി തന്നെ ഗാന്ധിജിയുടെ ഓർമ്മകളെക്കുറിച്ച് VD സതീശൻ എഴുതുന്നു. എന്നിട്ട് നിങ്ങൾ പങ്കെടുക്കുമെന്നൊരു ചോദ്യം വരുമ്പോഴാണല്ലോ പ്രശ്നം. താങ്കൾ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഒരു തീരുമാനമെടുക്കാൻ ഇനിയും ആഴ്ചകളോളം കാത്തിരിക്കണം എന്ന് പറയുന്നതിലൊരു പ്രശ്നം തന്നെയില്ലേ? ഞാൻ ആ പറഞ്ഞതിൽ തന്നെ നിങ്ങളത് അതിനകത്ത് ചുറ്റോട്ടൊന്നും കൊണ്ടുപോകേണ്ടതില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോഴും കൺഫ്യൂഷനിലുള്ള ഒരു പാർട്ടിയാണ്. ഒരു പ്രശ്നത്തിലും എനിക്കൊന്ന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു പ്രശ്നവും മുൻകൂട്ടി കാണാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കോൺഗ്രസ്. അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. മല്ലികാർജുൻ ഖാർഗെയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരമുണ്ടാകും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ പ്രശ്നം അവിടെയല്ല. പ്രശ്നം കിടക്കുന്നത് ഇതെന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു പറയുന്ന പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പോകും. അവരുടെ ഇൻഫ്ലുവൻസിലാണോ എന്തോ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ കൂടി കയറി ഈ വേഷം കെട്ടുകളെല്ലാം നടക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണേണ്ടി വരും. ഈ മനുഷ്യരൊക്കെ കൂടിയാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടിനെ ഉറപ്പിക്കേണ്ടത് എന്നുള്ള അങ്ങേയറ്റത്തെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഞാൻ പറയുക, കോൺഗ്രസ്സുകാർ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് പറ്റണം. അതിൽ സജീവൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇത് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഏതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത്. അത് രാമക്ഷേത്രം, അത് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ പണി തീർക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ചുറ്റുമാണോ നമ്മുടെ അജണ്ട, അതെയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ വസ്ത്രം, അവരുടെ ജോലി, അവരുടെ തൊഴിൽ, ഇതാണോ നമ്മളുടെ അജണ്ട? ഈ ചോദ്യമാണ്. ഇത് വളരെ ലളിതമായ ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് ക്ഷേത്രം പണിയാം, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാം, ഉദ്ഘാടനം ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ അജണ്ട വേറെയാണ് എന്ന് പറയാൻ BJPക്ക് പറ്റുന്നുണ്ടോ? കോൺഗ്രസിന് പറ്റുന്നുണ്ടോ? ആ ചോദ്യമേ ഉള്ളൂ. അതാണ് ഞാൻ ഇന്നലെ KC വേണുഗോപാലിന്റെ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്. ചിലപ്പം അതിനെ സൂപ്പർസീഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശയോടുകൂടി കണ്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ ശ്രീ സജീവൻ,
ആത്യന്തികമായ ചോദ്യമുണ്ട്, കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യമുണ്ട്. ഉത്തരമില്ലാതെ പാർട്ടി നിൽക്കുകയാണ്. ആ പാർട്ടിയുടെ സഹജമായ രീതിയും അടിയന്തര ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം ചരിത്രപരമായി തന്നെ ആ പാർട്ടി കാഴ്ചവെച്ചിട്ടുള്ള രീതികളെക്കുറിച്ചും ശ്രീ കെ ജെ സൂചിപ്പിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ആ ക്ഷണം സ്വീകരിച്ചു സോണിയാഗാന്ധി. ആ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉയർന്ന വിമർശനത്തിൽ നിന്നാണ് ആ ക്ഷണത്തെ തുടർന്നുള്ള മറ്റൊരു തീരുമാനത്തിലേക്ക് വരുമോ, പങ്കെടുക്കുമോ, പോകുമോ എന്നതിലേക്ക് തീരുമാനമെടുക്കാതെ അല്പം മാറ്റിവെച്ചത്. പക്ഷേ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ മനസ്സിലെ വലിയ ചിന്ത ഇത് ഒഴിവാക്കാനാവുന്നതല്ല എന്ന നിലയിൽ തന്നെയാണ് എങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് അത് കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന UDF എന്ന മുന്നണിക്കും എത്രമാത്രം ഇത് ജനങ്ങളോട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനാവും. വിശേഷിച്ച് 2019 രാഹുൽ ഗാന്ധി പൊടുന്നനവേ വന്ന് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അതിൻ്റെ ഒരു വലിയ ആനുകൂല്യം കേരളത്തിൽ മാത്രമായി കോൺഗ്രസിന് ലഭിച്ചു. ഉത്തരേന്ത്യയിൽ വലിയ നഷ്ടവും സംഭവിച്ചു. ആ ഒരു വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചു. മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ രാഹുലിൻ്റെ വരവിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2023 പോകുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ 2019 അധികം ദേശീയതലത്തിൽ നിരന്തരം പരാജയപ്പെട്ട് തങ്ങളുടെ ശേഷി തുലവും കുറഞ്ഞു വരുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെട്ടു നിൽക്കുന്നൊരു പാർട്ടി, ദേശീയ പാർട്ടി, ആ പാർട്ടിയുടെ മുന്നണി കേരളത്തിൽ ഏത് നിലയിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കാനാകും? കേരളത്തിൻ്റെ പൊതുമണ്ഡലം എങ്ങനെ സ്വീകരിക്കും? ശരത്ത് 2019 നമ്മൾ കണ്ടതാണ്. 2019 20 നേടി. അന്ന് KPC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി പറഞ്ഞ് 2020 ആണ്, 2020 ഞങ്ങൾ നേടുന്നതായിരുന്നു. പക്ഷെ 19 വരെ നേടി. ആ നേടുന്നതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് അതിശക്തമാണ് കേരളത്തിൽ എന്നുള്ളതല്ല, UDF അതിശക്തമാണെന്നുള്ള രീതിയിലും അല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ, അല്ലെങ്കിൽ BJP 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 2019 അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന കേരളത്തിലെ ന്യൂനപക്ഷത്തിന്റെ, മതേതരവാദികളുടെ, മതേതര വിശ്വാസികളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ പ്രതിഫലനം നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി കോൺഗ്രസിന് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന് എത്രയോ മടങ്ങല്ലേ പിന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കിട്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആവേശമാണ്. രാഹുൽ ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി നമ്മുടെ അടുത്ത പ്രധാനമന്ത്രിയാവുന്നു, പ്രധാനമന്ത്രിയായി മത്സരിക്കുന്ന ആളുടെ മണ്ഡലമാണ്, ആ സംസ്ഥാനമാണ് എന്നുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നുകൊണ്ട് ശരിക്കും കാണാമായിരുന്നു. വളരെ വളരെ ആ ആവേശം പ്രകടമായിരുന്നു. 20 കിട്ടിപ്പോകുന്നുള്ള തോന്നൽ പോലും ഉണ്ടായിരുന്നു. പക്ഷേ 2019 ആയിട്ട് മാറി. 2024 ഇതേ കാര്യം സംഭവിക്കും. 19-1 മാറും. 19-1 എന്നുള്ള ഞാൻ ഇതിന്റെ ആലങ്കാരികമായി പറയുന്നത് അതായി മാറും. പക്ഷേ UDF ആവില്ല എന്ന് വരും. കാരണം ഇപ്പോഴേ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ഈ മടിച്ചു നിൽപ്പുണ്ടല്ലോ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സോണിയാഗാന്ധിയുടെ ക്ഷണം സ്വീകരിക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് സമസ്ത എന്ന് പറയുന്ന ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന, സാമുദായിക സംഘടനകളിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള സംഘടനയുടെ മുഖപത്രമാണ് പറഞ്ഞുള്ളത്, പള്ളി പൊളിച്ച അതേ ആ സ്ഥലത്ത് കാലുകുത്താൻ കോൺഗ്രസുകാർ തയ്യാറാകുമോ? അതിൽ വളരെ ശക്തം, അതിന്റെ ഓരോ ഭാഷയും വളരെ കൃത്യമാണ്. ഞാൻ എഴുതിയ ആളെ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചു. കാരണം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ യെച്ചൂരി ചെയ്തതിനെ കുറിച്ച്, രാജ ചെയ്തതിനെ കുറിച്ചൊക്കെ പ്രകീർത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മുഖപ്രസംഗം, അതിന്റെ അണികൾ മാത്രം, ബാക്കിയുള്ള ആളുകളൊക്കെ പോട്ടെ, അതിന്റെ അണികൾ മാത്രം വായിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എന്താണ് വരിക? 2024 തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെ വോട്ട് ചെയ്യും? വയനാട്ടിൽ പോലും രാഹുൽ ഗാന്ധി തോറ്റാൽ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ തോറ്റാൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവിടെ ഉള്ളത് ഒരു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതീകത്തെ കുറിച്ചോ, ഒരു VVIPയെ കുറിച്ചോ, സെലിബ്രിറ്റിയെ കുറിച്ചോ എല്ലാ ആളുകളും ചിന്തിക്കുക. അവർക്ക് വേണ്ടത് 2014 തുടങ്ങിയിട്ടുള്ളത് 2019 ആവർത്തിച്ചത് 2024 ആവർത്തിക്കാതിരിക്കണം എന്നൊരു മോഹമുണ്ട്. അത് ഉത്തരേന്ത്യയിൽ നടക്കില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ഒരു ആവേശമുണ്ട്. ആ ആവേശം സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. അതേ ദിവസം തന്നെ, ഇന്നലെ തന്നെ PMA സലാമിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. PMA സലാം പറഞ്ഞത് വളരെ രൂക്ഷമായിട്ടാണ്. അതിന് കോൺഗ്രസുകാർ തീരുമാനിക്കട്ടെ അവരെന്ത് ചെയ്യണം എന്നുള്ളത്. അത് കോൺഗ്രസുകാർ തീരുമാനിച്ചാൽ ഞങ്ങൾ അതിന് കൈയടിച്ചു കൊടുക്കുന്നുള്ളതല്ല. അവർക്കൊക്കെ അറിയാം ഇത് വളരെ മോശമായ കളിയാണ്, BJP നടന്നൊരു കുരുക്കാണ്. ആ കുരുക്കിൽ ഇങ്ങനെ ചെന്ന് പെടണമോ എന്നും കോൺഗ്രസുകാർ തീരുമാനിക്കേണ്ടതാണ്. PMA സലാം ഒരിക്കൽ പോലും CPM അനുകൂലിയൊന്നുമല്ല. ഇത് മുസ്ലിം ലീഗിൽ അങ്ങനെ 2 വിഭാഗം ഉണ്ടല്ലോ. അതല്ലാത്ത PMA സലാമാണ് പറയുന്നത്. കോൺഗ്രസിന്റെ നിലപാടിനെ ആരെങ്കിലും ന്യായീകരിച്ചിരുന്നു? കേരളത്തിലെ കോൺഗ്രസുകാരിൽ VD സതീശനാണ്
ആദ്യമായിട്ട് ഇതിൽ അനുകൂലിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച ഒരാൾ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നോക്കുകയാണ്. അതിൽ രോഷമുണ്ട്. ആ രോഷം വേറെ ആരോടുമല്ല, BJP-യോട് പോലും കൂടുതൽ സ്വന്തം പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള KC വേണുഗോപാലിനെ മാറ്റി നിർത്തുന്നു, മല്ലികാർജുന ഖാർഗെയെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള 3 പേരല്ല, ഹൈക്കമാൻഡ് ഉണ്ടല്ലോ. ആ ഹൈക്കമാൻഡ് ഒരു അഭിപ്രായവും പറയുന്നില്ല, മാത്രം ഒരാൾ സ്വീകരിച്ചിട്ട് പ്രതിനിധിയെ അയക്കുന്ന പറഞ്ഞാൽ എന്താണ്, നിങ്ങളത് സപ്പോർട്ട് ചെയ്യും. എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ കുറച്ച് പൈസയും കൊടുത്ത്, അങ്ങനെ നാട്ടിൽ കല്യാണത്തിന്റെ തലേന്ന് ആളെ വിടുന്ന പരിപാടിയുണ്ട്, കുറച്ച് പൈസ കവറിലായി കൊടുത്ത് വേറെ ആളെ വിടും, ഞാൻ പോയതിന് തുല്യമാണ്. ആ പരിപാടിയാണത്. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വോട്ടർമാരുടെ കാര്യം പോട്ടെ, കേരളത്തിലെ സ്ഥലത്ത് വോട്ടർമാരുടെ സ്ഥിതി എന്തായിരിക്കും, തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ സ്ഥിതി എന്തായിരിക്കും, ഈ സ്ഥലങ്ങളിലൊക്കെ കർണാടകയിൽ പോലും BJP-ക്ക് കോൺഗ്രസിന് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്രയും വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കൂ. വളരെ മോശമായിട്ടാണ് ഇതിൽ പ്രതികരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഏത് നിലപാടെടുക്കണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു, ഞങ്ങളുടെ നേതാക്കന്മാരാണ്, ഞങ്ങളുടെ പിതാവിന്റെയും ഒക്കെ കാലത്താണ് ഇത് ഉണ്ടായത് എന്ന് ഇതിനു വേണ്ടി വളമിട്ട് കൊടുത്തത്, അതിനുവേണ്ട വിഗ്രഹം അവിടെ എത്തിച്ച് ഞങ്ങളൊക്കെയാണ്, അത് അവിടെ പള്ളി പൊളിക്കാൻ മൗനാനുവാദം കൊടുത്ത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്നൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടു, കമൽനാഥ് പറയുന്ന പോലെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളാണ് അതിന്റെ സ്ഥാനികരായിട്ട് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭാവി എടുത്തവർ പോയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം. പക്ഷേ അത് പറയുമ്പോൾ കേരളത്തിലെ ആളുകൾ പോലും, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ പ്രതികരിച്ചു. ഞാൻ നേരത്തെ തരൂരിനെ കുറിച്ച് പറയുമ്പോൾ തരൂര് ഇതിന് അനുകൂലിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്, മുല്ലപ്പള്ളി അനുകൂലിക്കാനുള്ള കാര്യം ഉറപ്പാണ്, മുരളീധരൻ അനുകൂലിക്കില്ല, VD സതീശൻ അനുകൂലിക്കില്ല, ഒരുവിധം കോൺഗ്രസ്സുകാരൊക്കെ. നേരത്തെ KJ പറഞ്ഞ പോലെ സുധാകരന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹം മറിച്ചൊരു തീരുമാനം വന്നാൽ അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും സജീവൻ? മറിച്ചൊരു തീരുമാനം വന്നാൽ ഇവരെന്തൊക്കെ ചെയ്യും? ഇപ്പോൾ മധ്യപ്രദേശ് UP ഘടകങ്ങൾ പങ്കെടുക്കണമെന്ന് പറയുകയാണ്. കമൽനാഥ് വെള്ളി ഇഷ്ടിക മുമ്പേ കൊടുത്തുവിട്ട് കഴിഞ്ഞു. ഇതൊരു സാധാരണ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മമല്ല, അതിൽ വ്യക്തികൾക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, അത് ആ നിലയിൽ കാണാം. പക്ഷേ ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിശദീകരിച്ചതാണ്, ഞാൻ അതിലേക്കൊന്നും പോകേണ്ടതിൽ എന്ന നിലയിൽ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു വഴി നമ്മുടെ മുമ്പിൽ കിടക്കുകയില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഉത്തരേന്ത്യൻ കോൺഗ്രസ് സ്വാധീനത്തിന് വഴങ്ങി ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ പോകരുത് എന്ന് പറഞ്ഞ് നേതാക്കളൊക്കെ എന്ത് ചെയ്യും? മാറ്റി പറയുമോ? മാറ്റി പറഞ്ഞാൽ അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അപ്പോഴും ശ്രീ സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഉത്തമരായ കോൺഗ്രസ്സുകാരായി തുടരുമോ? അതെ, അത് അതിനാണ് സാധിക്കുന്നത്. അവരാരും ഇത് വെച്ചുകൊണ്ട് പാർട്ടി വിട്ടു പോയിട്ട് പോവാന്നുള്ളതൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റും. കാരണം ഈ പറയുന്ന നേതാക്കന്മാരാരും ഈ കാരണം കൊണ്ട് പാർട്ടി വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അവർക്ക് അറിയാവുന്ന പോലെ ഈ 2 തവണ അവിടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പില് പക്ഷേ ലീഗിന് ബുദ്ധിമുട്ടുണ്ടാകാനിടയില്ല. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷവും കോൺഗ്രസുമായി മുന്നണി സഹകരണത്തോടെ തന്നെ മുന്നോട്ട് പോയ പാർട്ടിയാണ് കേരളത്തിൽ ലീഗ്. അതുകൊണ്ട് ലീഗ് വിയോജിപ്പും അമർഷവും പ്രതിഷേധമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നണിയിൽ തുടരാമല്ലോ. അതിന്റെ സാധ്യത ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം ലീഗിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന നിലപാടുള്ള ആളുകളുണ്ട്. കോൺഗ്രസിന്റെ പിന്നെ മറ്റു പല കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലൊക്കെ CPM വിരോധത ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ CPM-നോട് വിരോധമുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു തരത്തിൽ ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതാണ് ഞാൻ നേരത്തെ ഈ സുപ്രഭാതത്തിലെ ഈ എഡിറ്റോറിയൽ സത്യത്തിൽ വായിച്ചാൽ നമുക്കറിയാം എന്താണ് ഇവിടെ ന്യൂനപക്ഷം എടുക്കാൻ പോകുന്ന തീരുമാനം. ലീഗിന്റെ വോട്ടർമാരിൽ ഒരു 80% EK സുന്നികളാണല്ലോ. ആ EK സുന്നികൾ ഈ നിലപാടെടുത്തു കഴിഞ്ഞാൽ ലീഗ് പിന്നെ മത്സരിച്ച് പൊന്നാനിയിലും മലപ്പുറത്തും ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഈ മഞ്ചേരി ആയിരുന്ന കാലത്ത് ഇപ്പോഴത്തെ മലപ്പുറം അതിലും മാരകമായൊരു പ്രശ്നം സജീവൻ അവതരിപ്പിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ രാഹുൽ ഗാന്ധി വരെ തോക്കുന്ന അവസ്ഥ കോൺഗ്രസിനുണ്ടാകും എന്നാണ് നേരത്തെ താങ്കൾ പറഞ്ഞത്. ഉണ്ടാകും. അതെ, അല്ലാതെ എനിക്കൊരു സംശയമില്ല. കാരണം ഈ നിലപാട്, കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ ഇനി മത്സരിക്കുമെന്ന് അറിയില്ല, മത്സരിച്ച വയനാട് മണ്ഡലത്തിൽ ഈ കൽപ്പറ്റയും ബത്തേരിയും കഴിച്ചാൽ പിന്നെ ഇപ്പുറത്തേക്ക് മലപ്പുറം ജില്ലയിൽ ഒന്ന് കോഴിക്കോട്ട് തിരുവമ്പാടി ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഏറനാടൊക്കെ വരുന്നൊക്കെ ഏറ്റവും കൂടുതൽ നിലമ്പൂരൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം, 80-85% മുസ്ലിം ഭൂരിപക്ഷമാണ്
അവിടെ നിന്നുകൊണ്ട് ഈ ഒരു നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. അവർ അങ്ങനെ അത്ര വിശാല മനസ്കരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രമേൽ കോൺഗ്രസ് അനുഭാവമുള്ളവരായി അവർ ഇതിനെല്ലാം അങ്ങ് സഹിച്ചു നിൽക്കും എന്നും കരുതാനാവില്ല എന്ന നിലയിലാണ് ആ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ശ്രീ സജീവൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഞാൻ ഈ ചർച്ചയുടെ ഒരു അവസാന മിനിറ്റുകളിലേക്ക് വേഗം വരാം, ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ എസ്സലാം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ പൊതു തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിൽ ഉള്ളതായി കരുതുന്നുണ്ടോ? ഇവിടെ ലീഗിൻ്റെ പ്രതിഷേധമുണ്ട്. കേരളത്തിൽ വളരെ സൂക്ഷ്മമായി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ പ്രബുദ്ധമായി വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. അതിനെ ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷത്തിൻ്റെ മാത്രം അക്കൗണ്ടിൽ പെടുത്തേണ്ടതുമല്ല. അപ്പോൾ അത്ര മതനിരപേക്ഷമായിട്ടുള്ള മതേതര നിലപാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന കേരളത്തിന്, വളരെ ശക്തമായി ചിന്തിക്കുന്ന കേരളത്തിന് മുമ്പിൽ നിലവിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിഷയത്തിൽ എത്രമാത്രം ശക്തമായി ആ പാർട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാനാവും? ശരത്തെ, ഇതിനകത്ത് ഇത്തരം കാര്യത്തിലൊരു നിലപാട് വരേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തെ കണക്കാക്കിയിട്ടോ വോട്ടും സീറ്റും കൂട്ടി നോക്കിയിട്ടോ അല്ല. കോൺഗ്രസ് പലപ്പോഴും ഇതുപോലെ ഏത് കാര്യം വരുമ്പോഴും നിലപാടെടുക്കുന്നത് 10 വോട്ട് കിട്ടുമോ 10 വോട്ട് പോകുമോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. 10 വോട്ട് പോയാലും ഇത്തരം കാര്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ മതനിരപേക്ഷമായ സ്വഭാവത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഒരു മതനിരപേക്ഷ പാർട്ടി ഉയർത്തിപ്പിടിച്ച് നിലപാട് പറയുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഒരു അന്തസ്സുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ വർത്തമാനം പറയുന്നതിൻ്റെ കാര്യം എന്താ? ഈ പറയുന്ന വാക്കിനോട് പോലെ ആത്മാർത്ഥ്യമുള്ളതുകൊണ്ടാണോ? ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു, എന്താ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയല്ല, കേരളത്തിൻ്റെ നിലപാട് ഇങ്ങനെയല്ല. അപ്പോൾ സംസ്ഥാനത്തിനൊരു നിലപാട്, ജില്ലയ്ക്കൊരു നിലപാട്, ബൂത്തിനൊരു നിലപാട്, ഓൾ ഇന്ത്യ വേറെ നിലപാട്, ഇങ്ങനെയാണോ? അല്ല, ഓൾ ഇന്ത്യ പാർട്ടിയോട് സംസ്ഥാനം നിർദ്ദേശിച്ച ചരിത്രം വേറെ ഉണ്ടോ? ഇങ്ങനെ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണോ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കുക? കേരളത്തിൽ ഇച്ചിരി നഷ്ടം സംഭവിച്ചേക്കുമോ എന്നൊരാശങ്ക മനസ്സിൽ വെച്ചിട്ട് വോട്ട് കുറയാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനു വേണ്ടി വർത്തമാനം പറയുന്നു. അതിനപ്പുറം ഓൾ ഇന്ത്യയിൽ നിലപാടെടുക്കാത്തത് ഒരു ശരിയായ ലൈനല്ല. എൻ്റെ കോൺഗ്രസ് പാർട്ടി ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണം എന്ന ഒരു ഉറപ്പോടുകൂടി പറയുന്ന വർത്തമാനങ്ങളല്ല. പിന്നെ സുധാകരൻ പറഞ്ഞിട്ട് കാര്യമില്ല. സുധാകരൻ വളരെ ഓപ്പണായി ഞാൻ BJP പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞയാളാണ്. VD സതീശൻ പിന്നെ കൗശലക്കാരനാണ്. അദ്ദേഹത്തിന് BJPയോട് ശക്തമായ എന്തോ എതിർപ്പുണ്ട്, അതുകൊണ്ട് അദ്ദേഹം വേറെ ഭാഷയിൽ സംസാരിക്കുമെന്നൊന്നും വ്യാഖ്യാനിക്കരുത്. നമ്മൾ എല്ലാം കണക്കാണ്. ഇപ്പോൾ കേരളത്തിലെ ഗവർണറുടെ പ്രശ്നം വന്നു. ഇതിൻ്റെ മറ്റൊരു രൂപമല്ലേ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തെയും ഒരു മതനിരപേക്ഷമായ സ്വഭാവത്തെയും വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാൻ കടന്നു വന്ന സന്ദർഭത്തിൽ എന്താണ് സതീശൻ്റെയും കേരളത്തിലെ കോൺഗ്രസ് നിലപാട്? എന്താണ്? ശക്തമായി കേരളത്തിലെ ഇടതുപക്ഷം നിന്ന പോലെ നിന്നോ? ആ കാര്യത്തിൽ അവർക്ക് നിൽക്കാനും പറ്റില്ല. അവരുടെ മുന്നിൽ രാജ്യത്ത് RSSനേക്കാളും മുഖ്യ ശത്രു CPM ആണ്. ഞങ്ങൾ CPMന് മുന്നിൽ രാജ്യത്ത് RSSനേക്കാളും മുഖ്യ ശത്രു കോൺഗ്രസ് അല്ല. ഞങ്ങളുടെ മുഖ്യ ശത്രു RSS ആണ്, BJP ആണ്, സംഘപരിവാറാണ്. ഈ നിലപാട് വ്യത്യാസം പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രധാനമാണ്. ഞങ്ങൾ ഈ പറയുന്ന പോലെ നിലപാടെടുക്കാൻ പറ്റുന്നുണ്ടോ ഇവർക്ക്? ഇതിൻ്റെ ഓരോ നാളും പറഞ്ഞ് 49 അത് തുറന്നു കൊടുക്കുക, തർക്കഭൂമി തുറന്നു കൊടുക്കുക സമയം മുതൽ കോൺഗ്രസിന് റോളുണ്ട്. ഇപ്പോൾ CPM നിലപാട് സ്വീകരിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും? ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചു, നേരത്തെയൊക്കെ ചർച്ചയിൽ പറയുന്നത് കേട്ടു. CPM പെട്ടെന്ന് നിലപാട് പറഞ്ഞുള്ളൂ. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞത് CPM എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണെന്നാണ്. പെട്ടെന്നൊരു ഉത്തരം പറയുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അങ്ങനെയാണോ? ഞങ്ങളുടെ പാർട്ടി പരിപാടിയിലെ അധ്യായം 5 8ാമത്തെ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്, മതനിരപേക്ഷതയുടെ തത്വങ്ങൾ അചഞ്ചലമായി നടപ്പാക്കുന്നതിനായി വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ആ തത്വങ്ങളിൽ നിന്നുള്ള നേരിയ വ്യതിയാനം പോലും തുറന്നു കാട്ടി പോരാടണം. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷങ്ങളായാലും ഓരോ സമുദായത്തിലും പെട്ടവർക്ക് വിശ്വസിക്കാനും അതുപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതിനും ഏത് മതത്തിൻ്റെ അനുഷ്ഠാനം ചെയ്യുന്നതിനും ചെയ്യാതിരിക്കാനും എല്ലാമുള്ള അവകാശം പരിരക്ഷിക്കാൻ മുന്നിൽ നിൽക്കണം. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവും ഭരണനിർവഹണപരവുമായ ജീവിതത്തിൽ മതം കടന്നു കയറുന്നതിനെതിരെ പോരാടണം എന്ന് പറഞ്ഞാൽ
രാജ്യത്തെ വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ, അനുഷ്ഠാനം സംരക്ഷിക്കാൻ പാർട്ടി പോരാടണം എന്നാണ് പാർട്ടിയുടെ പരിപാടി. CPM-ൻ്റെ പാർട്ടി പരിപാടി അതാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന പോലെയല്ല. അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ന് ഈ ചർച്ച വന്നിട്ടില്ലെന്നേ ഉള്ളൂ. മറ്റ് ചാനലിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. യെച്ചൂരിപ്പെട്ട നിലപാട് പറഞ്ഞല്ലോ, നിങ്ങളെന്തേ പറയാതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം അവർ വിശ്വാസത്തെ അംഗീകരിക്കുന്ന പാർട്ടിയാണ്, CPM ആണെങ്കിൽ വിശ്വാസമില്ലാത്തവർ പാർട്ടിയാണെന്നാണ്. ഞങ്ങളുടെ പാർട്ടി പരിപാടിയാണ് ഞാൻ വായിച്ചത്. രാജ്യത്തെ വിശ്വാസമുള്ളവന് വിശ്വാസം സംരക്ഷിക്കാൻ, അവൻ്റെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ, അതിനെതിരായി മറ്റേതെങ്കിലും മതം തള്ളിക്കയറി വന്നാൽ അതിനെതിരെ പൊരുതാൻ പാർട്ടി മുന്നിൽ നിൽക്കണമെന്നാണ്. ആ നിലപാടുള്ളത് കൊണ്ടാണ് തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടായപ്പോൾ പള്ളി സംരക്ഷിക്കാൻ കാവൽ നിന്ന കുഞ്ഞിരാമൻ മരിച്ചത് കൊണ്ടാണ്. ഈ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഈ നിലപാട് അടിസ്ഥാനമാക്കിയിട്ടാണ് സഖാവ് സീതാറാം യെച്ചൂരി സുവ്യക്തതയോടുകൂടി ഈ പ്രശ്നം ഉയർന്നു വന്ന നിലപാട് പറഞ്ഞത്. അത് വെള്ളം ചേർക്കാൻ നിലപാടാണ്, വോട്ട് നോക്കിയുള്ള നിലപാടല്ല. വോട്ട് പോയാലും വോട്ട് വന്നാലും ഈ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അതാണ് CPM-ൻ്റെ സുവ്യക്തമായ കാഴ്ചപ്പാട്. ശ്രീ KJ, കേരളത്തിൽ കോൺഗ്രസ് കുറെ കൂടി ശക്തമായ രാഷ്ട്രീയ വിമർശനവും വെല്ലുവിളിയും നേരിടുന്ന തീരുമാനം എന്തു തന്നെയായാലും ഈ തീരുമാനത്തിൽ എത്താൻ കാലതാമസം എടുത്തതും വലിയ തോതിൽ വിമർശനം ഉയർന്നത് കൊണ്ട് ഒരുപക്ഷെ ഇനി തീരുമാനം പോകാനില്ല എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനം പോലും ആ പാർട്ടി എടുത്തത് വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് എന്ന നില വരാം. അല്ലെങ്കിൽ പോകാനാണ് തീരുമാനം, പ്രതിനിധി അയക്കാനാണ് തീരുമാനമെങ്കിലും അങ്ങേയറ്റം ചോദ്യം ചെയ്യപ്പെടുന്ന വെല്ലുവിളി നിറഞ്ഞ ഒരു രാഷ്ട്രീയ കാലം കേരളത്തിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നു. ഉറപ്പായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മേക്ക് ഓർ ബ്രേക്ക് കേസാണ്. കോൺഗ്രസ് ഇത്രയും കാലം ചെയ്ത മതനിരപേക്ഷതയോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരം കാണാൻ, അതിനെ മുഴുവനായിട്ടല്ല, അതിനെയൊക്കെ ഒഴിവാക്കി തരത്തിൽ ഒരു പരിഹാരം കാണാൻ ഇപ്പോൾ കോൺഗ്രസിന് ഒരു അവസരമുണ്ട്. ആ അവസരം എന്ന് പറയുന്നത് മനുഷ്യരുടെ വിശ്വാസം എന്നുള്ളത് രാഷ്ട്രീയവുമായി കുത്തിക്കലർത്തേണ്ടതല്ല. BJP ഇപ്പോൾ ഈ ക്ഷേത്രം തുറക്കുന്നത് അത് തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ്. ആ ഗെയിമിൽ ഞങ്ങളില്ല എന്നെങ്കിലും പറഞ്ഞിട്ട് കോൺഗ്രസ് ഇത്രയും കാലം ഇന്ത്യൻ മതനിരപേക്ഷതയോട് കാണിച്ച മര്യാദകേടുകൾക്ക് പരിഹാരം ചെയ്യാൻ ഒരു അവസരം. അതുകൊണ്ട് കോൺഗ്രസ് ഒരു ഇനിയും RSS-ന്റെയും BJP-യുടെയും അജണ്ടയ്ക്കൊപ്പം നിൽക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ ഭാവി വളരെ വളരെ അപകടകരമായ അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ ഭാവി അപകടത്തിലാണ് എന്ന് പറയുമ്പം എനിക്കതിൽ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന എനിക്കതിൽ യാതൊരു സന്തോഷവുമില്ല. അത് ഒട്ടും ഗുണകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കോൺഗ്രസ് അത് തീരുമാനിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന് 2-1 തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയില്ല. ഇതിൻ്റെ അകത്ത് വ്യാഖ്യാനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കേസ് അല്ല ഇത്. ഞാൻ ഈ K. സുധാകരന്റെ പലപ്പോഴും വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് പല കാര്യങ്ങളും വ്യാഖ്യാനിക്കാം, പക്ഷെ ഇതൊന്നും വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്ന കേസ് അല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ നല്ലപോലെ ഓർത്തിരിക്കുന്നാൽ അവർക്കും നല്ലത്, അവരുടെ പാർട്ടിക്കും നല്ലത്. അതായത് BJP-യുടെ കെണിയിൽ വീണിട്ട് അതിനെ വ്യാഖ്യാനിച്ചങ്ങ് മറികടന്നേക്കാം എന്നാണ് ചിന്തിക്കുന്നത് എങ്കിൽ ആ നിലയിൽ ഈ വിഷയത്തെ കാണുന്നത് പോലെ ഒരു വലിയ പിശക്, വലിയ തെറ്റ് ഉണ്ടാവാനിടയിൽ അത്രമേൽ അപകടകരമായ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നു. ആ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നിലവിൽ തന്നെ വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടവരുത്തുകയാണ് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട്. നമുക്കേതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. 3 പേർക്കും വളരെയധികം നന്ദി.